ഗഡികളെ എല്ലാവർക്കും നല്ല നമസ്കാരം. അതായത് ദുബായിലത്തെ അവസ്ഥ അറിയാല, പെരുമഴയാണ്. പെരുമഴ എന്ന് പുറത്ത് കേൾക്കാണ്ട് ശബ്ദം, പെരുമഴയാ. അപ്പൊ ഈ മഴയത്തേക്ക് പറ്റിയ ഫുഡ് എന്ന് പറഞ്ഞാല് ബീഫും കപ്പയാണ് കേട്ടോ. അതായത് പാകിസ്ഥാനി ബീഫാണ്, ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ബോണുള്ളതാണ് വേണ്ടത്, പക്ഷെ ഞാൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കപ്പ, പിന്നെ അതിൻ്റെ ഒപ്പം നല്ല കുത്തരി ചോറ്. ഓക്കെ, ഇനി ഇത് തിരുമ്മി, അതായത് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ച് തിരുമ്മി വെച്ചിട്ടുണ്ട്. എങ്കിലും സബോളയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കാണ്ട്. അപ്പൊ ഈ പറഞ്ഞ സാധനം പെട്ടെന്ന് ഉണ്ടാക്കാം. ബീഫിലേക്ക് നമ്മൾ ഈ സബോള അരിഞ്ഞതും മിളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ തിരുമ്മി ഒട്ടച്ച് ആ കുക്കറിലിട്ട് വേവിക്കാൻ വയ്ക്കുന്നു. അപ്പൊ ബീഫ് നമ്മളൊരു 6-7 അടി അടിച്ചിട്ടേ ലെവലായിട്ട് വേവിച്ച് വെച്ചത്. ഇനിയിപ്പോൾ അതിലുള്ള മസാല കൂട്ടണം. അത് എപ്പോഴേ സെറ്റാക്കും. ഈ പറഞ്ഞ മസാല കൂട്ട് തയ്യാറാക്കാൻ വേറൊന്നുമില്ല. ഒരു പതല് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് സബോള, തക്കാളി, ബാക്കിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്യുക. നല്ലോണം നല്ലോണം വഴണ്ടു വരുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ ഗരം മസാല, കുറച്ച് കുരുമുളക് ഇടാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ തക്കാളി, വേപ്പിൻ്റെ ഇല ഇതിട്ടൊന്ന് സോട്ട് ചെയ്യുക. നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിലുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അത് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു ചേരണം. ആ ഉടഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല. അതിലേക്ക് ബീഫ് ഇടുന്നു, ഇളക്കി സെറ്റാക്കണു. അതിന് ശേഷം കപ്പ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പ അതിലിടുന്നു. ഒന്നുകൂടി നല്ലോണം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നു. കിഡിലെ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഈ അതായത് ആ കപ്പ നല്ലോണം വെന്തോന്ന് നോക്കുക. വെന്ത് കഴിഞ്ഞാൽ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് അരിഞ്ഞ ചെറുള്ളി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇടുക. ഇതൊന്ന് സോട്ട് ചെയ്ത് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് ഇടുക. അതൊന്ന് സെറ്റായി വരുമ്പോഴേ ഈ പറഞ്ഞ കപ്പ ബീഫിലേക്ക് ഒറ്റ തട്ട്. ഇത്രയുള്ള വളരെ സിമ്പിൾ. ഇത് ആർക്കും ചെയ്യാം. എത്രയും പെട്ടെന്ന് നോക്കണം കേട്ടാ. പെട്ടച്ചോ ഒന്നും നോക്കാനില്ല. അതെ, അത്യാവശ്യം രുചിയുള്ള സാധനം കേട്ടാ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. എനിക്കിഷ്ടമായ സാധനമാണ്. അപ്പൊ അതെ, ഗഡിയോളെ പറഞ്ഞ പോലെ കപ്പയും ബീഫും ഈ ക്ലൈമറ്റിക്ക് പറ്റിയ സാധനം. വേണ്ട സാധനം ഒന്നും ഉണ്ട്. പെടച്ചോ.